നമസ്കാരം. നമ്മളൊന്ന് കാണാൻ പോകുന്നത് മസനഗുഡിയാണ്. നമ്മളിപ്പോൾ വരുന്നത് ബന്ദിപ്പൂരിൽ നിന്നാണ്. ബന്ദിപ്പൂരിന്റെ വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ അടുത്ത് കണ്ടത്. അവിടെ നിന്ന് ഒന്ന് മുതുമല ടൈഗർ റിസർവിന്റെ ഏരിയയിലേക്ക് നമ്മൾ കടന്നു, തമിഴ്നാട് ഏരിയയിലേക്ക്. ഈ മുതുമലയിൽ നിന്ന് തിരിച്ചു വേണം മസനഗുഡിയിലേക്ക് പോകാനായിട്ട്. മസനഗുഡി പോകേണ്ട വഴിയും അതുപോലെ മസനഗുഡിയിലെ ചെറിയൊരു ടൗണുമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. മസനഗുഡിയിൽ ചെന്നിട്ടുള്ള സ്റ്റേ അല്ല. വാഹനമായിട്ട് പോകുന്നവർക്ക് കൃത്യമായിട്ട് റോഡും കാഴ്ചകളും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ. നമ്മളങ്ങനെ മസനഗുഡിയിൽ നിന്ന് പോകേണ്ട വഴിയിലേക്ക് തിരിഞ്ഞു. മുതുമലയിൽ നിന്ന് ഇവിടെ നിന്ന് അല്പം പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചെക്ക് പോസ്റ്റ് കാണും. കാരണം ഈ വഴി ഊട്ടിയിലേക്ക് പോകുന്നതാണ്. ഊട്ടിയിലേക്ക് ഏതാണ്ട് ഇവിടുന്ന് 28 കിലോമീറ്റർ ആണ്. ഊട്ടി പോകുന്നതിന് മുമ്പ് നമുക്ക് ഇ പാസ് കാണിക്കേണ്ടതായിട്ടുണ്ട്. തിരക്കില്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഇ പാസ് എടുത്തിട്ടില്ലെങ്കിലും ഇവിടെ നിന്ന് സ്പോട്ട് ഇ പാസ് എടുക്കാവുന്നതാണ്. സീസണിലെല്ലാം നമുക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ഫുള്ളായിരിക്കും, ഇ പാസ് കിട്ടില്ല. തിരക്കില്ലാത്ത സമയത്ത് നമ്മൾ ഓൺലൈനായിട്ട് ഇ പാസ് വരുന്ന വഴിയിൽ ഇവിടെ നിന്ന് നമുക്ക് ഇ പാസ് എടുക്കാനായിട്ട് സാധിക്കും. ഊട്ടിയിലേക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാസ് കിട്ടും നമുക്ക് മസനഗുഡി പോകുന്നതിന് വേണ്ടി. അങ്ങനെ നമ്മൾ ആ ചെക്ക് പോസ്റ്റും കടന്ന് നേരെ പോവുകയാണ്. അവിടുന്ന് അല്പ ദൂരം കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ മസനഗുഡി ടൗണിലെത്തും. വളരെ ചെറിയൊരു ടൗണാണിത്. ഒരുപാട് ഹോം സ്റ്റേ എല്ലാം ഇവിടെ ഉണ്ട്, റിസോർട്ടുകളും ഉണ്ട്. EVI പോകുന്നവർക്ക് ഇവിടെ റിസോർട്ടിനകത്ത് 7.2 കിലോവാട്ടിന്റെ ഒരു AC ചാർജിങ് സ്റ്റേഷനും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ബാംബു റിസോർട്ടിനകത്ത് വലിയൊരു റിസോർട്ടാണ്. 40 ഏക്കറിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വളരെ വലിയൊരു റിസോർട്ടാണത്. നമ്മളങ്ങനെ ഈ മസനഗുഡി ടൗണിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ജീപ്പ് സഫാരി എല്ലാം പോകുന്ന ഒരു റൂട്ടിലാണ് ഇപ്പോൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് നേരെ പോയി കഴിഞ്ഞാൽ ജീപ്പ് സഫാരി നടത്തുന്ന റൂട്ടാണ്. ജീപ്പ് സഫാരി അവസാനിക്കുന്ന അവിടുന്ന് വീണ്ടും പോയി കഴിഞ്ഞാൽ പ്രൈവറ്റ് എസ്റ്റേറ്റുകളാണ്. വഴിയിലെല്ലാം ധാരാളം വന്യമൃഗങ്ങളെ കാണാൻ സാധിക്കുന്ന ഒരു വഴിയാണിത്. പകലായതുകൊണ്ട് നമുക്ക് അധികം വന്യമൃഗങ്ങളെയൊന്നും ഇവിടെ കാണാൻ സാധിക്കില്ല. ധാരാളം മാനുകളെ കാണാൻ സാധിക്കും ഈ വഴിക്ക് പകൽ വന്നാലും. ഒരുപക്ഷെ ആന വഴിയിലുണ്ടാവാൻ സാധ്യതയുണ്ട്. രാത്രിയാണെങ്കിൽ ഇവിടെ റോഡിൽ നിറയെ മൃഗങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ രാത്രി സഞ്ചാരം ഇവിടെ അനുവദനീയമല്ല. കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ ഗൂഡല്ലൂരിൽ നിന്നും വരുമ്പോൾ റൂട്ട് രാത്രി 9 മണി മുതൽ രാവിലെ 6 മണി വരെ അടച്ചതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെയും വന്യമൃഗങ്ങളെല്ലാം ഇറങ്ങി സഞ്ചരിക്കാനായിട്ട് സാധ്യതകളുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് 10-25 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഊട്ടിയിലേക്ക് എത്താൻ കഴിയും നമുക്ക്. വളരെ കുത്തനെയുള്ള കയറ്റമാണ്. മസനഗുഡിയിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള വഴി 1 വേ ആണ്. കാരണം മസനഗുഡിയിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകാനേ സാധിക്കുകയുള്ളൂ. ഇവിടെ റോഡിലെല്ലാം ധാരാളം മാനുകളെ ഇങ്ങനെ കാണാൻ കഴിയും. തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വാഹനം മാത്രമാണ് 2 സൈഡിലേക്കും അതുവഴി പോകുന്നതായിട്ട് കാണാൻ കഴിയുക. കാറിലെല്ലാം പോവുകയാണെങ്കിൽ മസനഗുഡിയിൽ നിന്ന് ഊട്ടിക്ക് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. ഇടുങ്ങിയ വഴിയാണ്, വളരെ വീതി കുറഞ്ഞ വഴിയും അതുപോലെ തന്നെ കുത്തനെയുള്ള കയറ്റവുമാണ്. നമ്മളിപ്പോ പ്രൈവറ്റ് ടീ എസ്റ്റേറ്റ് തുടങ്ങുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. ജീപ്പ് സഫാരി നമ്മളിപ്പോ ഏതാണ്ട് പോകുന്ന ഇവിടെ വരെ മാത്രമേ ജീപ്പ് സഫാരി പോവുകയുള്ളൂ. ടൗണിൽ തന്നെ ധാരാളം ജീപ്പുകളുണ്ടായിരിക്കും. നമ്മൾ വഴിയിൽ തന്നെ തടഞ്ഞു നിർത്തി അവർ ജീപ്പ് സഫാരി വേണമെന്ന് ചോദിക്കും. ഏതാണ്ട് 600 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. പോകുന്നത് ഈ വഴിക്കൊക്കെ തന്നെയാണ്. ഇവിടെ വരെയാണ് ജീപ്പ് സഫാരി ഉള്ളത്. ഇനി നമ്മൾ അല്പദൂരം ഈ പ്രൈവറ്റ് ഏരിയയിൽ കൂടെയാണ് പോകുന്നത്. ഫോറസ്റ്റിൻ്റെ ഏരിയ അല്ല നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിങ്ങോട്ട് തന്നെ പോരണം. കാരണം അവിടെ നിന്നും അതിക്രമിച്ച് കിടക്കാൻ പാടില്ലെന്ന് ബോർഡെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ നിലമ്പൂരിൽ നിന്ന് കൂടല്ലൂർ വഴി ബന്ദിപ്പൂർ പോയി ബന്ദിപ്പൂരിൽ നിന്ന് തിരിച്ച് ഇവിടെ മസനഗുഡിയിൽ വരുന്നു. ഈ 3 സ്ഥലങ്ങളും ഞാൻ 3 വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ റോഡും യാത്രകളുമെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വെക്കേഷനൊക്കെ വരികയാണെങ്കിൽ വളരെ തിരക്കായിരിക്കും ഇവിടെ. തന്നെയല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പാസ് നേരത്തെ എടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വരാനായിട്ടുള്ള അനുവാദവും കിട്ടുകയില്ല. ഏതാണ്ട് 6000 വാഹനങ്ങൾക്കാണ് ഒരു ഈ പാസ് കൊടുക്കുന്നത്. അതുകൊണ്ട് വെക്കേഷനിൽ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളങ്ങനെ ടി എസ്റ്റേറ്റിലേക്ക് പോയിട്ട് അവിടെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. മസനഗുഡി ടൗണിൽ എത്തുന്നതിന് മുമ്പ് തന്നെയായിട്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ വഴികൾ കാണിക്കുന്ന ഒരു വീഡിയോ മാത്രമാണിത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.